നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടെന്തായിരുന്നു ദ ടൈപ്സ് ഓഫ് ലിഗൻഡ്സ് അല്ലേ. ഇനി അടുത്ത് നമുക്ക് കാണാനുള്ളത് നോമൻക്ലേച്ചർ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്. അപ്പോൾ നിങ്ങൾ നേരത്തെ പ്ലസ് ടുവിനൊക്കെ പഠിച്ചാണ്. നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? നോമൻക്ലേച്ചർ മീൻസ് നെയിമിംഗ് അല്ലേ, നെയിമിംഗ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. ഇപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ നോമൻക്ലേച്ചർ പഠിച്ചിട്ടുണ്ട് പല ടൈപ്പ് ഓർഗാനിക് കോമ്പൗണ്ട്. സിസ്റ്റമാറ്റിക് നോമൻക്ലേച്ചർ ഓർ IUPAC നോമൻക്ലേച്ചർ. IUPAC സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്. കാരണം ഒരു കോമ്പൗണ്ട് ഒരു സ്ഥലത്ത് ഒരു പേര് കൊടുത്ത് വേറെ സ്ഥലത്ത് വേറെ പേര് കൊടുത്ത കൺഫ്യൂഷൻ ആവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള പേരുകളാണ് നെയിം കൊടുക്കുന്നത്. അതിനാണ് പറയുന്നത് എന്താണ് IUPAC സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ. ആൻഡ് we have already seen it during our plus 2 studies, and you are also familiar with the IUPAC system of nomenclature in the case of organic compounds. എങ്ങനെയാണ് alkenes ഒക്കെ methane, propane, methanol, ethanol, propanol, butanol, butanoic acid അല്ലേ. ഇങ്ങനെയൊക്കെ പല വിധത്തിലുള്ള കോമ്പൗണ്ട്സിന് എങ്ങനെയാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് പേര് കൊടുക്കുക. അതേപോലെ you have to see the nomenclature of a coordination compounds. അപ്പോൾ എങ്ങനെയാണ് ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പേര് കൊടുക്കുന്നത്? പരീക്ഷയ്ക്ക് മിക്കവാറും ചോദ്യം പ്രതീക്ഷിക്കാം നമുക്ക് എപ്പോഴും ഒന്നോ രണ്ടോ കോമ്പൗണ്ട്സിന്റെ സിസ്റ്റമാറ്റിക് പേര് പറയാം. ചിലപ്പോൾ വളരെ സിമ്പിൾ ആവും, ചിലപ്പോൾ ലേശം കോംപ്ലിക്കേറ്റഡ് ആവും. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ചോദിക്കാറില്ല സാധാരണഗതിയിൽ. എങ്ങനെയാണ് പേര് കൊടുക്കുക? പേര് കൊടുക്കുമ്പോൾ ആദ്യം കുറേ നിയമങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെ, അധികം പറഞ്ഞ സമയം നമുക്ക് ഇപ്പോൾ വളരെ കുറവാണ്. ഒന്നാമത്തെ നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടില് സാധാരണ ഇതിലൊരു സോൾട്ട് പോലെ ഉണ്ടാവും മിക്കവാറും. ഒരു കാറ്റയോൺ ഒരു ആനയോൺ. കാറ്റയോൺ കോംപ്ലക്സ്, ആനയോൺ സിമ്പിൾ. മുമ്പേ നമ്മൾ കണ്ടിട്ട് സിമ്പിൾ ആവാം. കാറ്റയോൺ സിമ്പിൾ, ആനയോൺ കോംപ്ലക്സ് ആവാം. ചിലപ്പോൾ കാറ്റയോണും ആനയോണും കോംപ്ലക്സ് ആവാം. ചിലപ്പോൾ അയോണിക് അല്ലാത്ത കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഉണ്ടാവാം. മനസ്സിലായില്ലേ? അയോണിക് ആയതും അയോണിക് അല്ലാത്തതും ഉണ്ടാവും. അയോണിക് ആയാൽ തന്നെ ഏതെങ്കിലും ഒരു ഭാഗം കോംപ്ലക്സ് ആവാം, ചിലപ്പോൾ രണ്ട് ഭാഗവും കോംപ്ലക്സ് ആവാം. ഓരോ ടൈപ്പ്, എന്ത് ടൈപ്പ് ആയാലും ശരി, ആദ്യം നമ്മൾ പേര് കൊടുക്കും. ഒരു അയോണിക് ആയ കോമ്പൗണ്ട് അങ്ങനെ നെയിം ദി ആനയോൺ ഫസ്റ്റ്, കാറ്റയോൺ ഫസ്റ്റ് ആൻഡ് ദെൻ ദി ആനയോൺ. നമുക്കറിയാം കാറ്റയോണിന്റെ പേര് സോഡിയം ക്ലോറൈഡ്, സോഡിയത്തിന്റെ പേര് ആദ്യം പറയുന്നത് അല്ലേ. പൊട്ടാസ്യം സൾഫേറ്റ്, പൊട്ടാസ്യത്തിന്റെ പേര് ആദ്യം പറയുന്നത്. അതേപോലെ തന്നെ കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ കേസിലും ആദ്യം കാറ്റയോണിന്റെ പേര്, പിന്നെ ആനയോണിന്റെ പേര്. അത് ആദ്യത്തെ, ദെൻ ആനയോൺ. നമ്മൾ തൊട്ട് മുമ്പ് എന്താ കാര്യം പറഞ്ഞത്? ഇതിൽ കാറ്റയോൺ ചിലപ്പോൾ സിമ്പിൾ ആവാം, പൊട്ടാസ്യം പോലെയുള്ള കാറ്റയോൺ ആവാം. ചിലപ്പോൾ കാറ്റയോൺ തന്നെ കോംപ്ലക്സ് ആവാം. അതുപോലെ ആനയോൺ സിമ്പിൾ ആവാം, കോംപ്ലക്സ്. എന്താ ശരി, ഒരു കോംപ്ലക്സ് നെയിം ചെയ്യുമ്പോഴേ ഒരു കോംപ്ലക്സിൽ എന്ത് ഭാഗം ഉണ്ടാവും? രണ്ട് ഭാഗം ഉണ്ടാവും. ഒരു കോംപ്ലക്സ് എത്തുമ്പോൾ ഒരു കോംപ്ലക്സ് സ്പീഷീസ്, അത് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മോളിക്യൂൾ ആയാലും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു അയോൺ ആയാലും, ഫോർ എക്സാമ്പിൾ മനസ്സിലാവും നമുക്ക്. എന്താണ് അതിൽ രണ്ട് ഭാഗം ഉണ്ടാവും, ഒരു മെറ്റലും ലിഗാൻഡും ഉണ്ടാവും. സോ യു ഷുഡ് നെയിം ദി ലിഗാൻഡ് ഫസ്റ്റ് and then the metal. ആദ്യം ലിഗാൻഡിന്റെ പേര്, പിന്നെ മെറ്റലിന്റെ പേര്. മൂന്നാമത്തെ എക്സാമ്പിൾ എടുക്കുമ്പോൾ മനസ്സിലാവും. കുറച്ച് ഇതൊക്കെ ഒന്നിച്ചെടുത്തിട്ട് എക്സാമ്പിൾ എടുക്കുന്നത് സൗകര്യം കൊണ്ടാണ്. മൂന്നാമത്തെ പോയിന്റ്, when there are different types of ligands. ഒരേ കോംപ്ലക്സ് തന്നെ ഒന്നിൽ കൂടുതൽ ലിഗാൻഡ്സ് ഉണ്ടെങ്കിൽ അതിന്റെ നെയിം എങ്ങനെയാണ്? ആൽഫബറ്റിക് ഓർഡറിലാണ് കൊടുക്കേണ്ടത്. Ligand names should be given in alphabetic order. അടുത്ത പോയിന്റ്, in the case of anionic ligands, chloride, hydroxide, fluoride പോലെയുള്ള thiocyanate, cyanide പോലെ ligandsന്റെ anionic ആണ് ligand എങ്കിൽ his name should end with O, chloro, നൈട്രോ, സൾഫേറ്റോ, ബ്രോമോ, മനസ്സിലായില്ലേ? സയനോ, തയോസയനേറ്റോ പോലെ അവസാനം ആനയോണിക് പേര് എപ്പോഴും O യിൽ അവസാനിക്കണം. അത് കാറ്റയോണിക് ആണെങ്കിൽ ഹൈഡ്രസീനിയം, നൈട്രസോണിയം IUM ൽ അവസാനിക്കണം. ലിഗാൻഡിന്റെ പേരാണ് ലിഗാൻഡിന്റെ പേര്. ഓക്കെ. ഇനി ഒരു ആനയോണിക് ആയ കോംപ്ലക്സ് ആണെങ്കിൽ
കോംപ്ലക്സിന്റെ പേരാണ്, ശ്രദ്ധിക്കാം. മറ്റേ ലിഗാൻഡ് കോംപ്ലക്സ് മൊത്തത്തിലുള്ള പേര്. ദിസ് നെയിം ഷുഡ് എൻഡ് വിത്ത് എയ്റ്റ്. കോബാൾട്ടേറ്റ്, നിക്കലേറ്റ്, ഫെറേറ്റ്, മനസ്സിലായില്ലേ? മെർക്കുറേറ്റ് എല്ലാം ആനയോണിക് ആയിട്ടുള്ള കോംപ്ലക്സ് ആണെങ്കിൽ അതിന്റെ പേര് ATEയിൽ അവസാനിക്കണം. ഓക്കെ. പിന്നെ ന്യൂട്രൽ ആയ ലിഗാൻഡ്സ് ഉണ്ട്. വാട്ടർ ന്യൂട്രൽ ലിഗാൻഡ് ആണ്. നമുക്കറിയാം ആനയോണിക് ലിഗാൻഡ്സ് പോലെ അവസാനിക്കും. കാറ്റയോണിക് ലിഗാൻഡ് IM അവസാനിക്കും. ന്യൂട്രൽ ലിഗാൻഡ്സ് ലൈക്ക് വാട്ടർ നമ്മുടെ പ്രത്യേക പേരാണ് കൊടുക്കുക. നമുക്കറിയാം അക്വ എന്നോ അക്വോ രണ്ടാലും കുഴപ്പമില്ല. അക്വ എന്നും പറയും, അക്വ എന്നും പറയും. അമോണിയാണ് ലിഗാൻഡെങ്കിൽ അമ്മീൻ എന്ന് പറയും. അമ്മീൻ, ശ്രദ്ധിക്കുക, അമീൻ അല്ല, ഡബിൾ അമ്മീൻ എന്നാണ് പറയുന്നത്. അമോണിയാണ് ലിഗാൻഡ്. കാർബൺ മോണോക്സൈഡ് ആണെങ്കിൽ പേര് പേരുണ്ട് നേരത്തെ, കാർബോണൈൽ എന്ന് പറയും. അതുപോലെ കുറച്ച് ലിഗാൻഡ്സിന് സ്വന്തമായ പേരുകളുണ്ട്, പ്രത്യേക പേരുകൾ. വാട്ടർ എന്ന് പറയില്ല, മനസ്സിലായില്ലേ? അതുപോലെ അമ്മീൻ എന്നാ പറയാ, അക്വ എന്നാ പറയാം. മറ്റു ചില ലിഗാൻഡ്സ് സ്വന്തം പേര് തന്നെ പറയും, മനസ്സിലായി? എത്തിലിയൻ ഡയമണ്ട് ആണെങ്കിൽ എത്തിലിയൻ ഡയമണ്ട് തന്നെയാണ് പറയുന്നത്. അപൂർവം ചില ലിഗാൻഡ്സിന് മാത്രമേ സ്പെഷ്യൽ പേരുകൾ ന്യൂട്രൽ ലിഗാൻഡ്സിന് കൊടുക്കുന്നുള്ളൂ. ആനോണിക് ലിഗാൻഡ്സ് ആണെങ്കിൽ അതിന്റെ പേരിന്റെ അവസാനം O എന്ന് അവസാനിക്കും. കാറ്റയോണിക് ലിഗാൻഡ് ആണെങ്കിൽ IUM, ഹൈഡ്രസോണിയം എന്ന് പറയുന്നവരെ അതിൽ അവസാനിക്കും. മനസ്സിലായില്ലേ? പിന്നെ 7ാമത്തെ പോയിന്റ്, സ്ഥലം കുറവാണ്, ബോർഡ് ചെറുതാണ്, ക്ഷമിക്കുക. 7ാമത്തെ പോയിന്റ്, ദ നെയിം ഓഫ് ദി ലിഗാൻഡ്. അതിന് തൊട്ട് മുമ്പ് ഷുഡ് ബി പ്രീഫിക്സ് പുറകിൽ വിത്ത് എ ഇൻഡിക്കേഷൻ ഓഫ് ദി നമ്പർ ഓഫ് സച്ച് ലിഗാൻഡ്സ്. ഒരു ലിഗാൻഡ് ഉണ്ടാവാം, മോണോ, രണ്ടാമത് ഡൈ, മൂന്നാമത് ട്രൈ, ടെട്ര, പെന്റ, എക്സെട്ര. മോണോ ഒരു ലിഗാൻഡ് നമുക്ക് പേരുകൾ മനസ്സിലാവും. ഡൈ, ട്രൈ, ടെട്ര, പെന്റ, ഹെക്സ, എക്സെട്ര. അധികം ഒന്നും ഉണ്ടാവില്ല, നമുക്കറിയാം. ഓക്കെ. അതിൽ തന്നെ ചെറിയൊരു കോംപ്ലിക്കേഷൻ ഉണ്ട്. ചില ലിഗാൻഡ്സിന്റെ പേര് തന്നെ വരുമ്പോഴേ അതില് മോണോ ഡൈ എന്നൊക്കെ, എത്തിലീൻ ഡൈയമീൻ, അതിൽ ഡൈ എന്ന് വന്നു കഴിഞ്ഞു. അപ്പൊ വീണ്ടും ബാക്കിലൊരു ഡൈ, കൺഫ്യൂഷൻ വരുന്ന കേസിൽ, മനസ്സിലായില്ലേ? ഇതൊക്കെ നമ്മൾ എക്സാമ്പിൾ എടുക്കുമ്പോൾ ക്ലിയർ ആവും. കൺഫ്യൂഷൻ വരുന്ന കേസില് നമ്മൾ ഈ മോണോവിന് പകരം ഡൈക്ക് പകരം മോണോന് പേര് കൊടുക്കും, ബിസ് എന്ന് കൊടുക്കും. ട്രൈക്ക് പകരം ട്രിസ് എന്ന്, മനസ്സിലായില്ലേ? ട്രിസ് എന്ന് എപ്പോഴാണ്? when the name of the ligand itself has some fractions like di, tri, ലിഗാൻഡിന്റെ പേര് തന്നെ ഡൈ എന്നോ ട്രൈ എന്നോ വരികയാണെങ്കിലോ, അല്ലെങ്കിൽ കേട്ടാൽ കൺഫ്യൂഷൻ വരും തോന്നുകയാണെങ്കിലോ, അവിടെ നമ്മൾ അതിന് മോണോ എന്നുള്ള ഡൈ എന്നുള്ള സ്ഥലത്ത് ബിസ് എന്ന് കൊടുക്കും, ട്രൈ എന്നുള്ള സ്ഥലത്ത് ട്രിസ് എന്ന് കൊടുക്കും, ടെട്ര എന്നുള്ള സ്ഥലത്ത് ടെട്രാസ് എന്നല്ല ടെട്രാക്കിസ്, പിന്നെ പെന്റാക്കിസ്, ഹെക്സാക്കിസ്, അങ്ങനെ പേരുള്ളൂ. ഇതൊക്കെ കൺഫ്യൂഷൻ ആകുന്നുണ്ടാവും. നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾ എടുത്താൽ വളരെ ക്ലിയർ. ഇതിവിടെ വെച്ചിട്ട് തന്നെ എടുക്കാം. ഒരു എക്സാമ്പിൾ പറയാം, വളരെ സിമ്പിൾ എക്സാമ്പിൾ, നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ പ്രധാനപ്പെട്ട വേറൊരു പോയിന്റ് ഉണ്ട്, പറയാൻ മറന്നുപോയി. ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ദി മെറ്റൽ. ഒരു മെറ്റൽ ഉണ്ടാവുന്ന കോംപ്ലക്സിൽ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ മുമ്പേ കണ്ടിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ബ്രാക്കറ്റ് ലൈനോട് ചേർന്ന് കൊടുക്കണം. അത് 8ാമത്തെ ഒരു പോയിന്റ് ആണ്. ഈ പോയിന്റ് ഒക്കെ ശ്രദ്ധിക്കണം. ഈ പോയിന്റ് ഒക്കെ ഓർത്ത് നോക്കുന്നതിനേക്കാൾ എത്ര എളുപ്പമാണ്. കുറച്ച് എക്സാമ്പിൾ ആണ്, നമുക്ക് വളരെ ക്ലിയർ ആവും. അപ്പൊ ഈ സിമ്പിൾ എക്സാമ്പിൾ എടുക്കുക. നമ്മൾ K4FeCN6. ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഇത് രണ്ട് ഭാഗമുണ്ട്, പൊട്ടാസ്യം ഉണ്ട്, വേറൊരു ഫെറോസൈനൈഡ് അയോൺ ഉണ്ട്, അല്ലെ? ഫെറോസൈനൈഡ് IUPAC സിസ്റ്റം നെയിമല്ല കേട്ടോ, ശ്രദ്ധിക്കുക. അപ്പൊ നമ്മളിത് കാറ്റയോണും ആനയോണും ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. ഈ ഐഡന്റിഫൈ ദി കാറ്റയോൺ ആൻഡ് ആനയോൺ. എന്താ കാറ്റയോൺ? കാറ്റയോൺ പൊട്ടാസ്യം. എണ്ണം നമ്മൾ പറയേണ്ട ആവശ്യം വരില്ല, അത് പിന്നെ മനസ്സിലാവും, പൊട്ടാസ്യം. ഓക്കെ. ആനയോൺ എന്താണ്? ആനയോൺ ഇതാണ്. അപ്പൊ ശരിക്കും ഇവിടെ നമ്മൾ ചിലപ്പോൾ ബ്രാക്കറ്റ് കൊടുത്താലും കുഴപ്പമില്ല. ഈ പറയാൻ വെറുതെ വരച്ചാൽ ശ്രദ്ധിക്കുക. K4FeCN6. ഇപ്പൊ കാറ്റയോൺ പൊട്ടാസ്യം ആണ്. ആനയോൺ ഒരു കോംപ്ലക്സ് ആണ്. ആനയോൺ കോംപ്ലക്സ് ആകുമ്പോഴേ അതിന്റെ പേര് കൊടുക്കാൻ നമ്മൾ ഈ പറഞ്ഞ നമ്മളൊക്കെ ഉപയോഗിക്കുന്നത്. എന്താ നിങ്ങൾ ശ്രദ്ധിക്കുക?
നോക്കുമ്പോൾ കാറ്റയോൺ ഫസ്റ്റ് പൊട്ടാസ്യം എന്ന് പറയുന്ന ശേഷമാണ് ഇതിന്റെ പേര് പറയേണ്ടത് എന്നുള്ള കാര്യം അത് മനസ്സിലായി. പിന്നെന്താണ് ലിഗാൻഡിന്റെ പേര് പറഞ്ഞിട്ടാണ് മെറ്റലിന്റെ പേര് പറയേണ്ടത്. ലിഗാൻഡിന്റെ പേര് എന്താണ്? ലിഗാൻഡ് ആരാണ്? ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ലിഗാൻഡ് ഈസ് സയനൈഡ് ആണ്. സയനൈഡ് മനസ്സിലായില്ലേ? എത്ര സയനൈഡ് ഉണ്ട്? 6 സയനൈഡ് ഉണ്ട്. അപ്പൊ 6 സയനൈഡ് എന്താ പറയാ? ഹെക്സ അല്ലെ? മോണോ ഡൈ ടെട്ര പെന്റ ഹെക്സ. 6 ഹെക്സ എന്ന് പറയും. സയനൈഡിന്റെ ഉള്ളിൽ വേറെ ഡ്രൈ ഡൈ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഹെക്സ എന്ന് പറഞ്ഞാൽ തന്നെ മതി. ഹെക്സാക്കിസ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഹെക്സ ഹെക്സ സയനോ ആണ്. ഏനാണെങ്കിൽ ലിഗാൻഡ് ആണ്. എന്താ പറയാ? സയനൈഡ് ആണ്. സയനോ ഹെക്സ സയനോ. പിന്നെന്താണ് ഇതിന്റെ കാര്യം? ഒന്നുകൂടി ശ്രദ്ധിക്കുക. K4FeCN6 എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് 4 പൊട്ടാസ്യം അയോണും ഓക്കെ K4 ഒരു FeCN6 4- അയോണാണ് ഉള്ളത് അല്ലേ? ഈ 4- എന്നാണ് കിട്ടുന്നത്. 4 പൊട്ടാസ്യം ഉണ്ടെങ്കിൽ 4 പോസിറ്റീവ് വേണ്ടാണോ? അപ്പൊ സ്വാഭാവികമായിട്ടും മൊത്തം ചാർജ് ഒന്നും കാണാനില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഈ പൊട്ടാസ്യത്തിൽ 4 പോസിറ്റീവ് ചാർജിന ക്യാൻസൽ ചെയ്യാൻ വേണ്ടി 4 നെഗറ്റീവ് ചാർജ് ഈ ഭാഗത്തുണ്ട്. അതുകൊണ്ടല്ലേ ഇപ്പൊ KCl പൊട്ടാസ്യം ക്ലോറൈഡ്. ക്ലോറൈഡിന്റെ നെഗറ്റീവ് ചാർജിനെ ക്യാൻസൽ ചെയ്യാൻ പൊട്ടാസ്യത്തിന്റെ പോസിറ്റീവ് ചാർജ് ഉണ്ട്. K2SO4 എന്താ K2 എന്ന് പറയാൻ കാരണം? സൾഫേറ്റിന് 2 നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പൊ 2 നെഗറ്റീവ് ചാർജിനെ ക്യാൻസൽ ചെയ്യാൻ 2 പോസിറ്റീവ് ചാർജ് ഇപ്പോഴുണ്ട്. K2SO4. അതേപോലെ K4FeCN6 അപ്പൊ എന്തുണ്ട്? ഇവിടെ 4 നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഇവിടെ മനസ്സിലാകുന്നുണ്ടോ? ക്ലിയർ? അപ്പോൾ FeCN6 4- ആണ് ഈ ഭാഗത്തുള്ളത്. അത് ഏനയോണാണ്. 4 പൊട്ടാസ്യം അത് കാറ്റയോണാണ്. കാറ്റയോണിന്റെ പേര് പൊട്ടാസ്യം തന്നെയാണ്, യാതൊരു സംശയമില്ല. അതിൽ കോംപ്ലക്സ് ഒന്നുമില്ല. ഏനോൺ കോംപ്ലക്സ്. അപ്പൊ അതിന്റെ പേര് പറയുമ്പോൾ എന്ന് പറയണം ഹെക്സാസയനോ അയൺ എന്നുള്ളത് നമ്മൾ ഫെറേറ്റ് എന്നാണ്. കാരണം നമുക്കറിയാം ഫെറേറ്റ് എന്നുള്ള പേര് വന്നതിന്റെ ഫെറം എന്നുള്ള പേരിൽ നിന്നാണ് അല്ലെ? ഫെറേറ്റ്. നിക്കലേറ്റ് എന്നോ കൊബാൾട്ടേറ്റ് എന്നോ മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ പറയും. പക്ഷെങ്കിൽ പ്ലാറ്റിനേറ്റ് എന്ന് പറയും, പലഡേറ്റ് എന്ന് പറയും. അതൊന്നും കുഴപ്പമില്ല. പക്ഷെങ്കിൽ അയൺ വരുമ്പോഴേ എന്താ പറയാ? ഫെറേറ്റ് എന്ന് പറയാം, അയണേറ്റ് എന്ന് പറയില്ല. അപ്പോൾ ഹെക്സാസയനോ ഫെറേറ്റ്. അപ്പൊ നമ്മളിങ്ങനെ പേര് എഴുതുക പൊട്ടാസ്യം. പിന്നെ 9ാമത്തെ പോയിന്റ് ആയിട്ട് ശ്രദ്ധിക്കുക. കാറ്റയോണിന്റെ പേര് ആനയോണിന്റെ പേര് തമ്മിൽ ഒരു ചെറിയ സ്പേസ് ഇടണം. പൊട്ടാസ്യം ക്ലോറൈഡ് എന്ന പൊട്ടാസ്യം എഴുതിയിട്ട് ഒരു ചെറിയ സ്പേസ് നമ്മൾ ക്ലോറൈഡ് എഴുതുന്നത്. അതേപോലെ when you write the name of a complex species and if it is ionic there will be a cation part and an anion part. ഈ പേര് ഫുള്ളായിട്ട് എഴുതുമ്പോൾ ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ ഒരു സ്പേസ് ഇടാൻ പാടുള്ളൂ. നമ്മുടെ ടൈപ്പിംഗ് സ്പേസ് ഇടുന്നില്ലേ? ആ സ്പേസ് ഇടുന്ന ആ സ്പേസ് കാറ്റയോണും ആനയോണും കാണും. ആനയോൺ എത്ര വലിയ കോംപ്ലക്സ് ആയാലും കാറ്റയോൺ എത്ര വലിയ കോംപ്ലക്സ് ആയാലും ആ പേരുകൾ ഒറ്റ സ്ട്രെച്ചിൽ എഴുതുക വിത്തൗട്ട് ഗിവിംഗ് എനി സ്പേസ് ബിറ്റ്വീൻ ദം. കാറ്റയോൺ കഴിഞ്ഞ് ഒരു സ്പേസ് ഇട്ട് ആനോൺ എഴുതുക. ആനോൺ വലുതായിക്കോട്ടെ കാറ്റയോൺ വലുതായിക്കോട്ടെ ഒറ്റ വാക്കാണ്. കാറ്റയോൺ ആനോണിന്റെ ഇടയ്ക്ക് ഒരു സ്പേസ് മാത്രമേ ഇടാൻ പാടുള്ളൂ. ഒരു സ്പേസ് ഇട്ടിരിക്കണം. ഒന്നിൽ കൂടുതൽ സ്പേസ് വരാൻ പാടില്ല. ഒന്നിൽ കൂടുതൽ സ്പേസ് അവിടെയല്ല, വേറെ വല്ല സ്ഥലത്തും ആനോണിന്റെ ഇടക്കൊക്കെ മനസ്സിലായില്ലേ? അങ്ങനെ വരാൻ പാടില്ല. കാറ്റയോണിന്റെ പേര് മതിലിന്റെ ഇടക്കോ ആനോണിന്റെ പേര് മതിലിന്റെ ഇടക്കോ ഒരു സ്പേസ് വരാൻ പാടില്ല. കാറ്റയോണിനും ആനോണിനും ഇടയ്ക്ക് ഒറ്റ സ്പേസ് മാത്രമേ. ഇവിടെ എത്ര പറഞ്ഞാലും കുട്ടികൾ ശ്രദ്ധിക്കില്ല. എപ്പോഴും അവിടെ സ്പേസ് ഇട്ടിരിക്കും. ഹെക്സാസയനോ ഹെക്സാസയനോ ഇട്ടിട്ട് ഫെറേറ്റ് തന്നെ അങ്ങനെ എഴുതാൻ പാടില്ല. ഹെക്സാസയനോ ഫെറേറ്റ് മനസ്സിലാണോ പറയുന്നത്? അപ്പോൾ ഇതിന്റെ പേരെന്താണ്? ഇപ്പോ പൊട്ടാസ്യം ഹെക്സാസയനോ ഫെറേറ്റ് എന്താ പറയാ? ഹെക്സാസയനോ. നമ്മൾ ആദ്യം നെയിം ഓഫ് ദി ലിഗാൻഡ് ഫസ്റ്റ്, ദെൻ ദി നെയിം ഓഫ് ദി മെറ്റൽ. ഇവിടെ ലിഗാൻഡ് സയനൈഡ് ആണ്. ലിഗാൻഡിന്റെ എന്ത് ചെയ്യണം? അതിന്റെ നമ്പർ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രീഫിക്സ് മോണോ ഡൈ ട്രൈ എന്ന് കൊടുക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ്? ഹെക്സാസയനോ ഫെറേറ്റ്. തീർന്നില്ല. പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ദി മെറ്റൽ ഷുഡ് ബി ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ്. അതെന്താണ്? ഇവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? അപ്പൊ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. FeCN6 4-. 6 സയനൈഡ് ഉണ്ടായിട്ടും 4 ചാർജ് ഇവിടെ കാണുന്നു അല്ലേ? 6 നെഗറ്റീവ് ചാർജ്. 6 സയനൈഡ് 4 നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഇവിടെ 4 നെഗറ്റീവ് ചാർജ് കാണുന്നതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ 2 പോസിറ്റീവ് ചാർജ് ഉണ്ട് എന്നുള്ളതാണ്. പറഞ്ഞതൊക്കെ മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. കോംപ്ലക്സ് സ്പീഷീസ് നോക്കിയാൽ അതിന്റെ ചാർജ് നോക്കിയാൽ മനസ്സിലാവും. മെറ്റലിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് എത്രയാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരു സ്കില്ലാണ്, വളരെ എളുപ്പമാണ്. സയനൈഡ് ആണ്. സയനൈഡിൽ 1 നെഗറ്റീവ് ചാർജ് ഉണ്ട്. 6 സയനൈഡ് ഉണ്ട്. 6 നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പൊ 6 നെഗറ്റീവ് ചാർജില് 4 നെഗറ്റീവ് ചാർജ് പുറത്ത് കാണുന്നതിന്റെ അർത്ഥം എന്താണ്? 2 പോസിറ്റീവ് ചാർജ് അതിന്റെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അയണിന്റെ മോളിൽ ചാർജ് 2 ആണ്. അപ്പൊ അയൺ 2 ആണ്. നമുക്ക് അയണിന് 2, 3 2 ഓക്സിജൻ സ്റ്റേറ്റ് ഉണ്ട്. ഫെറസും ഫെറിക്കും ഉണ്ട്. ഇതിപ്പോ ഫെറസ് ആണ്, അതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അങ്ങനെ ഓക്സിജൻ സ്റ്റേറ്റ് കാണാം. അതിന്റെ മൊത്തത്തിൽ ഇവിടെ നോക്കാം. അങ്ങനെ കാണാം. ഇപ്പൊ മൊത്തത്തിൽ നോക്കിയാൽ നമുക്ക് ഓക്സിജൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ്?
K4 4 പൊട്ടാസ്യം. ഓക്കെ, നമുക്കറിയാം ഇത് ചാർജ് നമുക്കറിയില്ല. +2 ആണോ +3 +4 ഒന്നും അറിയില്ല. ഇത് നമുക്ക് പൊട്ടാസ്യം നമുക്കറിയാം, ഒരു പോസിറ്റീവ് ചാർജ്. 4 പൊട്ടാസ്യത്തിന് 4 പോസിറ്റീവ് ചാർജ്. സയനൈഡ് ഒരു കൺഫ്യൂഷൻ ഇല്ല, എത്രയാണ്? 6 നെഗറ്റീവ് ചാർജ്. 6 നെഗറ്റീവ് ചാർജ്, 4 പോസിറ്റീവ് ചാർജ്. മൊത്തം നോക്കിയാലോ ഒരു ചാർജ് ഇതിൽ കാണാനില്ല. ഒരു ചാർജ് ഉണ്ടോ? ഇല്ല. അപ്പൊ 4 പോസിറ്റീവ് 6 നെഗറ്റീവ്. അപ്പൊ എന്താണ് ഇവിടെ? 2 പോസിറ്റീവ് ആയിരിക്കും. 4 പോസിറ്റീവ് 2 പോസിറ്റീവ്, 6 പോസിറ്റീവ് 6 നെഗറ്റീവ്. അപ്പൊ നമുക്ക് രണ്ട് വിധത്തില് മനസ്സിലായില്ലേ? കുറച്ചുകൂടി എക്സാമ്പിൾ ആണ് നമുക്ക് ക്ലിയർ ആണ്. രണ്ട് വിധത്തിൽ നമുക്ക് ഇതിന്റെ ചാർജ് കണ്ടുപിടിക്കാം. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ദി മെറ്റൽ, ഓക്സിഡേഷൻ നമ്പർ ഓഫ് ദി മെറ്റൽ ക്യാൻ ബി വാണ്ടഡ് either looking into the complex species as such as a whole or taking the corresponding ion. ഈ അയോൺ മാത്രം എടുത്ത് കണ്ടാലും ഇത് മൊത്തത്തിൽ എടുത്ത് കണ്ടാലും രണ്ടും ഒന്നിന്റെ ഉത്തരം കിട്ടും. നമുക്കറിയാം അതേ +2 ആണ്. 2 എന്നിട്ട് സംശയം തീർക്കണമെങ്കിലോ 4 പോസിറ്റീവ് 2 പോസിറ്റീവ്. ഇവിടെ 2 പോസിറ്റീവ്, 6 പോസിറ്റീവ്, 6 പോസിറ്റീവിന് 6 നെഗറ്റീവ്. ഓക്കെ, ഇനിയിപ്പോ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ആകുമ്പോൾ ഇവിടെ തന്നെ 2 വിധത്തില് 4 പൊട്ടാസ്യം ഉള്ളതുകൊണ്ട് ഇവിടെ 4 നെഗറ്റീവ് ഉണ്ടെന്ന് കണ്ടു. 4 നെഗറ്റീവില് 6 നെഗറ്റീവ് ഇവിടെ ഉള്ളത് കൊണ്ട് 2 പോസിറ്റീവ് ഇവിടെയാണ്. 2 ഒന്നിന്റെ സംഭവം യഥാർത്ഥത്തിൽ യാതൊരു വ്യത്യാസമില്ല. എങ്ങനെയായാലും അയൺ 2 ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ പേര് ഞാൻ ഇതൊക്കെ മാറ്റി സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെ പേര് എഴുതുമ്പോൾ പറയുമ്പോൾ എഴുതുമ്പോൾ പരീക്ഷക്ക് നമ്മൾ എഴുതുകയാണോ ചെയ്യാം, പറയല്ലേ ചെയ്യാം അല്ലെ? പൊട്ടാസ്യം, കാറ്റയോൺ ഈസ് പൊട്ടാസ്യം. നമ്മൾ ഈ കാറ്റയോണിന്റെ പേര് എഴുതി ഒരു ചെറിയ സ്പേസ് ഇട്ടിട്ട് ഈ 2 എന്നുള്ളത് oxidation state should be given in simple brackets and in Roman numerals. Okay, Roman numerals ile simple bracket il ezhudum. Roman nu parayumbol engane 1 2 3 ennulla 1 2 3 4 idan Roman numerals. adil thanne ezhuduva, adu square bracket onnu idan paadilla, simple brackets il idum. appo idana full പേര് എന്താണ്? potassium hexacyanopyrite 2 എന്നുള്ളത്. നമുക്ക് വേണമെങ്കിൽ പ്രയോഗത്തിൽ ഇതാണ് ഞാനിപ്പോൾ 4 രൂപത്തിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഒരേപോലെ തന്നെ വായിക്കാം. പൊട്ടാസ്യം ഹെക്സാസയനോപെറേറ്റ് 2 എന്നത്. പക്ഷെ ഇതിൽ ശരിയായ രൂപം ഇത് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. പൊട്ടാസ്യം ഹെക്സാസയനോപെറേറ്റ്. ഇവിടെ എടുത്തിട്ടുണ്ട് എന്താണ്? പൊട്ടാസ്യം ഹെക്സ. കണ്ടോ, ഇവിടെ സ്പേസ് ഇല്ല. ഇവിടെ സ്പേസ് ഇല്ല എന്നുള്ളത് ഇവിടുത്തെ തെറ്റാണ്. പൊട്ടാസ്യം ഹെക്സാസയനോപെറേറ്റ് 2 എന്നത്. ഇവിടെ എടുത്തിട്ടുണ്ട് എന്താണ്? ഇവിടെ ഒരു ക്യാപിറ്റൽ ലെറ്റർ വന്നിട്ടുണ്ട്, അത് വരാൻ പാടില്ല. നമ്മുടെ ക്യാപിറ്റൽ ലെറ്റർ എവിടെ ഉപയോഗിക്കാൻ പാടില്ല, എക്സെപ്റ്റ് അറ്റ് ദി ബിഗിനിങ് ഒഴികെ വേറെ എവിടെയും ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കാൻ പാടില്ല. ഇവിടെ എന്താ തെറ്റ്? പൊട്ടാസ്യം ശരി, ക്യാപിറ്റൽ ഒന്നുമില്ല ശരി, അവിടെ ഒരു സ്പേസ് ഉണ്ട്, ഈ സ്പേസ് വരാൻ പാടില്ല. ഇതൊക്കെ അതിന്റെ നിയമങ്ങളാണ്. പറയുന്നതിൽ ഒന്നിനാണെങ്കിലും ശരിക്കും എഴുതുമ്പോൾ കാറ്റയോൺ എഴുതുക, അത് കാറ്റയോൺ ആണ്, ഒരു സ്പേസ് ഇടുക, ആനോൺ എഴുതുക. അതിനുശേഷം എന്താണ് അതിന്റെ മെറ്റൽ എവിടെയാണ്? അതിന്റെ അടുത്ത് തന്നെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ചേർന്നിട്ട് അതിനോട് ചേർത്ത് തന്നെ സിമ്പിൾ ബ്രാക്കറ്റില് റോമൻ ലെറ്റേഴ്സ്, റോമൻ ഇൻഡിജേഴ്സിലെ ആ നമ്പർ ഇൻഡിക്കേറ്റ് ചെയ്യാം. ഇത്തരം ചെയ്ത് ഇതിപ്പോ പൂർണ്ണമായും ശരിയായ എഴുത്താണ്. ഇങ്ങനെ എഴുതിയാൽ തെറ്റാണ്, ഇങ്ങനെ എഴുതിയാൽ തെറ്റാണ്, ഇങ്ങനെ ഏത് രൂപത്തിൽ എഴുതിയാലും തെറ്റാണ്. അടുത്തൊന്നും ക്യാപിറ്റൽ ലെറ്റേഴ്സ് വരാൻ പാടില്ല. ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഓൺലി അറ്റ് ദി ബിഗിനിങ്. വേണമെങ്കിൽ അതും സ്മോൾ ആയി പോലും വലിയ കുഴപ്പം. പക്ഷേ പൊട്ടാസ്യം നമ്മൾ സാറിന് ക്യാപിറ്റൽ എഴുതുക, അതാണെന്നോട്ടെ കുഴപ്പമില്ല. സ്പേസ്, ഈ സ്പേസ് വലുതോ ചെറുതെന്നുള്ള പ്രശ്നമൊന്നും കുഴപ്പമില്ല, അത് സ്പേസ് ഉണ്ടാവണം. പിന്നെന്താണ്? പിന്നെ അടുത്ത നേടിയും വരാൻ പാടില്ല. ഹെക്സാസയനോ, ഇവിടെ ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരാൾ എഴുതുകയാണ് ഹെക്സാസയനോ, ഇതൊക്കെ ശരിയാ നമുക്ക് പെട്ടെന്ന് തോന്നും. പറയിട്ടിട്ടു ഇവിടെ എന്തുണ്ട്? ഇവിടെ സ്പേസ് വന്നിട്ടുണ്ട്, അതും തെറ്റാണ്, അവിടെ വരാൻ പാടില്ല. ഒരേ ഒരു സ്പേസ് അതെവിടെയാണ്?
ഇൻ ബിറ്റ്വീൻ നെയിം ഓഫ് ദി കാറ്റയോൺ ആൻഡ് ദി ആൻ. കാറ്റയോൺ നെയിം എഴുതി ഒരു സ്പേസ് ഇട്ട് ആനോൺ നെയിം എഴുതുക. ആനോണിന്റെ നമ്മൾ ഇതിപ്പോ എത്ര വലിയ ചിലപ്പോൾ ഇതിനേക്കാൾ വലിയ പേരുണ്ട്, എത്ര വലുതായാലും അതിൻ്റെ ഇടയ്ക്ക് സ്പേസ് ഇല്ല, അതിൻ്റെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഇല്ല. ശ്രദ്ധിക്കുക, മനസ്സിലായില്ലേ? വേറെ എക്സാമ്പിൾ എടുക്കാം. കുറച്ച് എക്സാമ്പിൾ എടുക്കുമ്പോൾ വളരെ ക്ലിയർ ആവും. അധികം എക്സാമ്പിൾ ഒന്നും വർക്കൗട്ട് ചെയ്യാനുള്ള സമയം നമുക്കില്ല. അതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇതൊരു കോംപ്ലക്സ് സ്പീഷീസ് ആണ്. ഇവിടെ ശ്രദ്ധിക്കാം, ഇവിടെ ക്ലോറൈഡ് ആണ് ആവത്ത്. അപ്പൊ എന്താ ഇത് നെഗറ്റീവ്? അപ്പൊ ഇതെന്താണ്? ഇത് 3 ക്ലോറൈഡ് ആണ് അല്ലെ, Cl3. അപ്പൊ ഇതെന്താണ്? CONH3 6 ടൈംസ് 3+ ആണ്. ഇത് 3+ ആയതുകൊണ്ടാണ് ഇത് 3 ക്ലോറൈഡ് വന്നത്. ഇതേ സ്ഥാനത്ത് ശ്രദ്ധിക്കാം, പേര് തന്നെ CONH3 6 ടൈംസ് Cl2 എന്നാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഇവിടെ ഉള്ളത് CONH3 6 ടൈംസ് 2+ ആണ്, 2 ക്ലോറൈഡുകളാണ്. മനസ്സിലായില്ലേ? പിന്നെ മെറ്റൽ ഓക്സൈഡ് എടുത്തതിലൂടെ ഞാൻ പറഞ്ഞു രണ്ട് ഒന്നെങ്കിൽ അയോണിലേക്ക് നോക്കാം, അല്ലെങ്കിൽ ഫുൾ കോമ്പസിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞു ഇവിടെ നോക്കിയില്ലേ, അമോണിയ ഈസ് ന്യൂട്രൽ. അമോണിയ നമുക്ക് ന്യൂട്രലിലേക്കാണ്, ചാർജ് ഒന്നുമില്ല, NH3 ആണ്, ഇപ്പൊ ചാർജ് ഇല്ല. ഇവിടെ എത്രയുണ്ട്? ഇവിടെ 3 നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് എന്ത് വേണം? 3 പോസിറ്റീവ് ചാർജ് വേണം. അപ്പൊ കോബാൾട്ട് 3 ആണത്. ഇതിലേക്ക് നോക്കിയാലും മനസ്സിലാവും. ഇത് മാത്രം നോക്കിയത് വിട്ടേക്ക്, ഇത് മാത്രം ഈ ഭാഗത്ത് നോക്ക്, 3+ പുറത്തുണ്ട്. അമോണിയക്ക് ഒരു ചാർജും ഇല്ല. അപ്പൊ 3+ പുറത്തുണ്ടെങ്കിൽ 3+ അകത്തും ഉണ്ടാവണം, കാരണം ഇവിടെ ചാർജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ എന്താണ്? കോബാൾട്ട് 3 ആണ്. കോബാൾട്ട് 3+ ആണ്. ഇതോ ഇവിടെ മൊത്തത്തിൽ നോക്കിയാൽ നമുക്കറിയാം, അമോണിയക്ക് ചാർജ് ഇല്ല, 2 ക്ലോറൈഡ്. അപ്പൊ കോബാൾട്ടിന് 2 പോസിറ്റീവ് ചാർജ്. ഇങ്ങനെ മുറിച്ച് നോക്കിക്കഴിഞ്ഞാലും ഇതാ അമോണിയക്ക് ചാർജ് ഇല്ല, 2 ചാർജ് കാണുന്നുണ്ട്. അപ്പൊ 2 ചാർജ് ആരതായിരിക്കും? അത് കോബാൾട്ടിന്റെ ആയിരിക്കും. ഇത് രണ്ട് സാധനമാണ്. മനസ്സിലായില്ലേ? ഇനിയിപ്പോ ഇതിന്റെ പേരെന്താ പറയാ? നമുക്കറിയാം ഇത് കോംപ്ലക്സ് ആണ്. പക്ഷെ കാറ്റയോണിന്റെ പേര് ആദ്യം പറഞ്ഞാൽ നമ്മൾ പൊട്ടാസ്യം കഴിഞ്ഞിട്ട് ഹെക്സാസയനോഫോറേറ്റ് എന്ന് പറഞ്ഞാൽ അത് ആനോൺ ആയോണ്ടായിരുന്നു. ഇവിടെ കാറ്റയോൺ ആണ് കോംപ്ലക്സ്, ആനോൺ സിമ്പിൾ ആണ്. അവസാനം ക്ലോറൈഡ് എന്ന് വരും. ഇതെന്താ വരുക? വളരെ സിമ്പിൾ ആണ്. എന്താ വരുക? ഹെക്സ അല്ലെ, 6 അമോണിയന്റെ അമീൻ. ശ്രദ്ധിക്കുക, അമീൻ എന്ന് എഴുതുമ്പോ അമീൻ നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയിൽ അമീൻ അല്ല, അമീൻ എന്നാണ്. ശരിക്കും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ വേണ്ടി തന്നെ അങ്ങനെ രണ്ട് കൊടുത്താണ്. ഹെക്സ അമീൻ, അമീൻ ഹെക്സ അമീൻ. ആരാണ്? കൊബാൾട്ട്. നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ട്രെൻഡ് ഉണ്ടാവും. കൊബാൾട്ട് എന്നൊക്കെ എഴുതുമ്പോൾ കൊബാൾട്ടിന് ക്യാപിറ്റൽ എഴുതാൻ പാടില്ല, നമ്മുടെ സ്മോൾ ലെറ്റർ എഴുതാം. മനസ്സിലായില്ലേ? കൊബാൾട്ടിന് സി സാധാരണ എവിടെ എഴുതുമ്പോൾ കൊബാൾട്ടിന് സി ക്യാപിറ്റൽ എഴുതുന്നത്, പക്ഷെ ഇവിടെ എഴുതാൻ പാടില്ല, സ്മോൾ ലെറ്റർ. ഹെക്സാമീൻ കൊബാൾട്ട്. അപ്പൊ ഹെക്സാമീൻ കൊബാൾട്ട് എത്ര ചാർജ്? കൊബാൾട്ടിന്റെ 3 പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ ഉടനെ അതിനോട് ചേർത്ത് തന്നെ സ്പേസ് ഒന്നും പാടില്ല. അത്ര എഴുതി കഴിഞ്ഞാൽ നമ്മൾ കാറ്റയോൺ ആയി കഴിഞ്ഞു. ഇനി ആനോൺ എന്താണ്? ക്ലോറൈഡ്. അവിടെ സ്പേസ് വേണം. ഹെക്സാമീൻ കൊബാൾട്ട് 3 ക്ലോറൈഡ്. ഇതിന്റെ പേരെന്താണ്? ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഹെക്സാമീൻ കൊബാൾട്ട് 2 ക്ലോറൈഡ്. ഇവിടെ നിങ്ങൾക്ക് ചെറുതായാലും വലുതായാലും കുഴപ്പമില്ല. ഹെക്സാമീൻ കൊബാൾട്ട്. ഈ നമ്പർ വളരെ സിഗ്നിഫിക്കന്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കൊബാൾട്ട് 2 സ്പേസ് വേണം, ക്ലോറൈഡ്. മനസ്സിലാവുന്നുണ്ട്? ഹെക്സാമീൻ കൊബാൾട്ട് 2 ക്ലോറൈഡ്. അപ്പൊ ഇത് ഹെക്സാമീൻ കൊബാൾട്ട് 3 ക്ലോറൈഡ് ആണ്. ഇത് ഹെക്സാമീൻ കൊബാൾട്ട് 2 ക്ലോറൈഡ് ആണ്. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ക്ലോറൈഡ് എണ്ണം പറയണ്ടെന്ന് പറഞ്ഞ കാരണം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് രണ്ടുപേര് കൊബാൾട്ട് 3 ആകുമ്പോൾ 3 പോസിറ്റീവ് ചാർജ്, അപ്പൊ 3 ക്ലോറൈഡ് ഉണ്ടാവും. കൊബാൾട്ട് 2 ആകുമ്പോൾ 2 പോസിറ്റീവ് ചാർജുകൾ, അപ്പൊ 2 ക്ലോറൈഡ് ഉണ്ടാവും. അപ്പൊ ഈ നമ്പർ നമ്മുടെ നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ശ്രദ്ധിക്കേണ്ടല്ല, അതിന്റെ നമ്പർ ഇൻഡിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡൈ ക്ലോറൈഡ് എന്നോ അല്ലെങ്കിൽ എന്താണ് ട്രൈ ക്ലോറൈഡ് എന്നോ പറയാൻ പാടില്ല. പറഞ്ഞാൽ തെറ്റാണ്. പറയാൻ പാടില്ല, പറയേണ്ട ആവശ്യമില്ല എന്നല്ല, പറയാൻ പാടില്ല എന്നല്ലാണ്. അപ്പൊ ഇതിന്റെ പേര് ഹെക്സാമീൻ കൊബാൾട്ട് 3 ക്ലോറൈഡ്. നോട്ട് ഹെക്സാമീൻ കൊബാൾട്ട് 3 ട്രൈക്ലോറൈഡ്. ട്രൈക്ലോറൈഡ് അല്ല, ക്ലോറൈഡ് ആണ്. ഇത് ഡൈക്ലോറൈഡ് അല്ല, സിംപ്ലി ക്ലോറൈഡ് ആണ്. കാര്യം മനസ്സിലായാലോ? നമ്മൾ നേരത്തെ K4FeCl പേരെന്താ പറഞ്ഞത്? പൊട്ടാസ്യം ഹെക്സാസയനോഫോറേറ്റ്. പൊട്ടാസ്യം രണ്ടും പറയുന്നേ ഇല്ല. കാരണം എന്താണ്? ഹെക്സാസയനോഫോറേറ്റ് എന്ന് പറഞ്ഞാല് അതിൽ 4 നെഗറ്റീവ് ചാർജ് ഉണ്ടെന്നും, അപ്പൊ സ്വാഭാവികമായിട്ടും അതിലൂടെയുള്ള പൊട്ടാസ്യത്തിന്റെ എണ്ണം 4 ആയിരിക്കുമെന്നും അത് അണ്ടർസ്റ്റുഡ് ആണ്.
പൊട്ടാസ്യം ഹെക്സാസയനോഫെറേറ്റ് എന്ന് പറയുമ്പോൾ ഹെക്സാസയനോഫെറേറ്റ് 2 അല്ലെ, ഹെക്സാസയനോഫെറേറ്റ് 2 മനസ്സിൽ തന്നെ കാണാം. ഹെക്സാസയനോ 6 നെഗറ്റീവ് ചാർജ്, ഫെറേറ്റ് 2 എന്താണ് 2 പോസിറ്റീവ് ചാർജ്, 2 പോസിറ്റീവ് ചാർജ് 6 നെഗറ്റീവ് ചാർജ് ചേർന്നാല് 4 നെഗറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും. ആർക്ക് ഹെക്സാസയനോഫെറേറ്റ് 2 എന്നുള്ള ആയതുകൊണ്ട് 4 നെഗറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തുള്ള പൊട്ടാസ്യം അയോൺസിന്റെ എണ്ണത്തിലായിരിക്കും അത് 4 തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ടെട്രാ പൊട്ടാസ്യം നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല, പറഞ്ഞാൽ തെറ്റാണ്. പൊട്ടാസ്യം ഹെക്സാസയനോഫെറേറ്റ് 3 സോറി ഫെറേറ്റ് 2 ഹെക്സാമീൻ കൊബാൾട്ട് 3 ക്ലോറൈഡ് അല്ലെങ്കിൽ ഹെക്സാമീൻ കൊബാൾട്ട് 2 ക്ലോറൈഡ്. ഇത് മനസ്സിലാകുന്നുണ്ടോ? ഹെക്സാമീൻ കൊബാൾട്ട് 2 ക്ലോറൈഡ്. കോംപ്ലക്സ് ഞാൻ എഴുതിയിരിക്കുകയാണ്. ഇതെന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, ഈ സ്ക്വയർ ബ്ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ കോർഡിനേഷൻ സ്ഫിയർ മെറ്റലും ലിഗാൻഡും കൂടി ചേർന്നുള്ള ആ സ്പീഷീസിന് നമ്മൾ ഒരു സ്ക്വയർ ബ്ലോക്ക് ഇടുന്നത് കോർഡിനേഷൻ സ്ഫിയർ നമ്മൾ തുടക്കത്തിൽ പറയും, സ്ഫിയർ എന്ന് പറയും. മനസ്സിലായില്ലേ? കോഓർഡിനേഷൻ സ്ഫിയർ, കോഓർഡിനേഷൻ സ്ഫിയർ ദാറ്റ് ഈസ് എ മെറ്റൽ അയോൺ അലോങ് വിത്ത് ദ ലിഗാൻഡ് സറൗണ്ടിങ് ഇറ്റ്. ഇപ്പോൾ കൊബാൾട്ടിന്റെ 5 അമോണിയം, നേരത്തെ 6 അമോണിയം ആയിരുന്നു, ഇവിടെ 5 അമോണിയയും ഒരു ക്ലോറൈഡും ആണ് ലിഗാൻഡ്. മനസ്സിലായില്ലേ? 6 ലിഗാൻഡ്സ് അവിടെയുണ്ട് എങ്കില് 5 അമോണിയാണ് ഒരു ക്ലോറൈഡ്. പുറത്തില്ല കൗണ്ടർ, ഇത് കൗണ്ടർ ആവണം, ഇത് കൗണ്ടർ ആവണം. നേരത്തെ 2 ക്ലോറൈഡ് ഉണ്ടായിരുന്നു, ഇപ്പൊ സൾഫേറ്റ് ഉണ്ട്. അത്രയും വ്യത്യാസം. അത് വേറെ ആവണം, നൈട്രേറ്റ് ആവാം, സൾഫേറ്റ് ആവാം, ക്ലോറൈഡ് ആവാം, വേറെ എന്തെങ്കിലും ആവാം, നോ പ്രോബ്ലം. ദാറ്റ് ഈസ് ദി കൗണ്ടർ അയോൺ, ദാറ്റ് ഈസ് എ സിമ്പിൾ അയോൺ. Anyway, it is the anion, this is the cation, so you should name this species first and then the other. ഇതും തന്നെ മനസ്സിലാവും. ഇതിനകത്ത് ആദ്യം പറയേണ്ട പേര് ആദ്യം തന്നെ എഴുതാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ ഇതിന്റെ പേര് എന്താ പറയാ? ഇതിന്റെ പേര് പറയുമ്പോൾ ആദ്യം ലിഗാൻഡ് പിന്നെ മെറ്റല്. ആർക്കാ ലിഗാൻഡ്? ഇവിടെ 2 ടൈപ്പ് ലിഗാൻഡ് ഉണ്ട്. അമോണിയ അല്ലെങ്കിൽ അമ്മീൻ ഉണ്ട്, ക്ലോറൈഡ് ഉണ്ട് അല്ലേ? ആദ്യം ആരുടെ പേര് പറയണം? നേരത്തെ പറഞ്ഞു ഷുഡ് ഫോളോ ദി ആൽഫബറ്റിക് ഓർഡർ. അപ്പൊ അമ്മീൻ എ ആണ്. അമ്മീൻ എത്ര അമോണിയ ഉണ്ട്? 5 അമോണിയ ഉണ്ട്. അപ്പൊ എന്ത് പറയാ? പെന്റാ അമ്മീൻ. ഈ പേര്, ഇതിന്റെ പേര്. പിന്നെ എന്താണ്? ക്ലോറൈഡ് ആണ്. നമ്മൾ പറഞ്ഞ് ക്ലോറൈഡ് ഒരു ആനയോണിക് ലിഗാൻഡ് ആണ്. അമോണിയ ഒരു ന്യൂട്രൽ ലിഗാൻഡ് ആണ്. ക്ലോറൈഡ് ഒരു ആനയോണിക് ലിഗാൻഡിന്റെ പേര് പറയുമ്പോഴേ ഇറ്റ്സ് നെയിം ഷുഡ് എൻഡ് ഇൻ ഓ. അപ്പൊ എന്താണ്? ഫ്ലോറോ. മോണോ എന്ന് പറയേണ്ട ആവശ്യമില്ല. മോണോ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, പറഞ്ഞില്ലേ പറയേണ്ട ആവശ്യമില്ല എന്നുള്ളത്. കാരണം ഫ്ലോറോ എന്ന് പറഞ്ഞാൽ 2 ഡൈ എന്ന് പറയും, 3 ട്രൈ എന്ന് പറയും. എന്നിട്ട് ഒന്നും പറയേണ്ട ആവശ്യമില്ല. ക്ലോറോ, പെന്റാമീൻ ക്ലോറോ, പെന്റാമീൻ ക്ലോറോ. ആരാണ്? കൊബാൾട്ട്. കൊബാൾട്ടേറ്റ് എന്ന് പറയണോ? പറയേണ്ട ആവശ്യമില്ല. കാരണം ഇത് കാറ്റോണാ. മറ്റേ വാർത്ത എഴുതെങ്കിൽ നമ്മൾ കൊബാൾട്ടേറ്റ് എന്ന് പറയണമായിരുന്നു. നമ്മൾ പറയേണ്ട ആവശ്യമില്ല. പെന്റാമീൻ ക്ലോറോ കൊബാൾട്ട്. കൊബാൾട്ടിന്റെ പേര്, മെറ്റലിന്റെ പേര് ചെയ്ത് ഉടനെ ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കണം? അതിന്റെ ഓക്സിഡേഷൻ നമ്പർ ഷുഡ് ബി ഗിവൺ ഇൻ സിമ്പിൾ ബ്രാക്കറ്റ്സ്. എത്രയാണ്? നമുക്കിവിടെ നോക്കിയേ, മൊത്തത്തിൽ നോക്കിയേ, എന്തല്ല ഇതിലുള്ളത്? കൊബാൾട്ടിന്റെ വിട്, അതിന്റെ ചാർജ് നമുക്ക് അറിയില്ല. അമോണിയ ന്യൂട്രൽ ആണെങ്കിൽ ചാർജ് ഇല്ല. ക്ലോറൈഡ് ഒരു നെഗറ്റീവ് ചാർജ്. സൾഫേറ്റ് 2 നെഗറ്റീവ് ചാർജ്. സൾഫേറ്റ് SO4 മൈനസ് ആണ്. 2 നെഗറ്റീവ് 3 നെഗറ്റീവ്. ഇവിടെ 3 നെഗറ്റീവ് ഉണ്ട്, ഇതിന് ചാർജ് ഇല്ല. അപ്പോൾ എന്ത് വേണം? ഇവിടെ 3 പോസിറ്റീവ് ഉണ്ടായിരിക്കണം. അപ്പൊ ഇതെന്താണ്? അത് കൊബാൾട്ട് 3 ആയിരിക്കണം. എന്നാൽ മാത്രമേ ഇതിനുള്ളിൽ ഇവിടെ മൊത്തത്തിൽ ഇതിനൊരു ചാർജ് കാണാം. 3 പോസിറ്റീവ് ചാർജ്, 3 നെഗറ്റീവ്. 2 1 3 നെഗറ്റീവ് ചാർജ്. ഇത് 2 നെഗറ്റീവ്, ഇത് 1 നെഗറ്റീവ്. മനസ്സിലാകുന്നില്ല? 3 നെഗറ്റീവിന് 3 പോസിറ്റീവ്. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ മുറിക്കാം. നേരത്തെ പറഞ്ഞ പോലെ CONH3 5 ടൈംസ് Cn. ഇതിന്റെ ചാർജ് നമുക്ക് അറിയില്ല. നോക്കോ, ഇവ എന്താണ്? സൾഫേറ്റ് ആണ്. സൾഫേറ്റ് 2 മൈനസ് ആണ്. അപ്പൊ എന്തായിരിക്കും? ഇത് മൊത്തം 2+ ആയിരിക്കും. ഇത് മൊത്തം 2+ ആണെങ്കിൽ ഇതാ ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ട്, ഇവിടെ ചാർജ് ഇല്ല. പുറത്ത് 2 പോസിറ്റീവ് ചാർജ് കാണുന്നുണ്ട്, അകത്തൊരു നെഗറ്റീവ് ചാർജ് ഒരു സ്ഥലത്ത് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ 3 പോസിറ്റീവ് വേണം. 3 പോസിറ്റീവും ഒരു നെഗറ്റീവും കൂടി ചേർന്നിട്ടാണ് 2 പോസിറ്റീവ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് 3 പോസിറ്റീവ്, ഇത് 1 നെഗറ്റീവ്. മനസ്സിലാകുന്നില്ല? ഓക്കെ, രണ്ടും ഒരേ ഡയറക്ഷൻ, ഒരേ ആപ്ലിക്കേഷൻ, വ്യത്യാസം മനസ്സിലാകുന്നുണ്ടാവും. രണ്ടും ഒന്നിനാണ് പറയുന്നത്. 2 ആയിട്ട് മുറിച്ചിട്ട് ചാർജ് കണ്ടാലും ഓരോന്ന് മൊത്തത്തിൽ ചാർജ് കണ്ടാലും 2 കൊബാൾട്ടിന്റെ ഇതിനാണ് 3+ ആണ്. അപ്പൊ ആ 3 അവിടെ ചേർത്തിരിക്കുക, മറന്നു പോകരുത്. അത് ചെയ്യില്ലെങ്കിൽ തെറ്റാണ്.
മനസ്സിലായില്ലേ? അപ്പൊ പെൻഡാമീൻ ക്ലോറോ കൊബാൾട്ട് 3 ഇത്രയായി. പെൻഡാമീൻ ക്ലോറോ കൊബാൾട്ട് 3 എന്നായി. ഇനി എന്ത് വേണം? ഇനി സ്പേസ് ഇട്ടിട്ട്